ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു പുതിയ വീടിന്റെ വയറിംഗ് ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം വയറിങ്ങിന്റെ സമയത്ത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വീടിന്റെ DB അവിടെ വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ DB വെക്കുക പറഞ്ഞാൽ എല്ലാറ്റിന്റെ സെൻട്രലായിട്ട് വരണം. അതായത് റൂം, കിച്ചണ്, അങ്ങനെ സർക്യൂട്ടുകളൊക്കെ ഏതൊക്കെ വയ്ക്കുന്നു വരണം, എത്ര എളുപ്പമായി ഏതൊക്കെ എന്നുള്ളത് ചിന്തിച്ചിട്ട് വെക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയാണ്. ഇവിടെ ആകുമ്പോൾ ആ റൂം, ആ ഒരു ബെഡ്റൂമും ഇപ്പുറത്തെ ബെഡ്റൂമും നമുക്ക് എളുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ കിച്ചണ് ഈ സൈഡിലാണ് വരുന്നത്. ഈ സൈഡിൽ കിച്ചൺ വരും. അപ്പോൾ കിച്ചൻ്റെ സർക്യൂട്ട് നമുക്ക് ഇതിലാണ് വരും. അതുപോലെ തന്നെ മെയിൻ സർക്യൂട്ട് മീറ്ററിലേക്ക് പോണ വയറ് നേരെ ഇതിലെ പോയിട്ട് ഈ വഴിക്ക് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു വയർ നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വയറിങ് ചെയ്യുന്ന സമയത്ത് നോക്കി ചെയ്താൽ ഒരുപാട് ലാഭം കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പണി കപ്ലറിട്ട് മാസ്കിനെ പഠിച്ച് ഒക്കെയാണ് പോകുന്നത്. രണ്ട് ബോക്സ് പഠിച്ചിട്ടുണ്ട്, 220. പിന്നെ ഇവിടെ കുറപ്പിച്ച് 220 കുറപ്പിച്ച് മാസ്കിൻ്റെ പഠിച്ച് കപ്ലറിട്ട് നമുക്ക് വൃത്തിയാക്കാൻ സുഖമാണ്. മാസ്കിനെ പഠിച്ചാലേ തേപ്പൊക്കെ കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് കിട്ടും. ഇവിടെ വീട്ടിലാകുമ്പോൾ അത് ചൂട് ഇവിടെ ഈ ബോക്സ് അവിടെ കളാണ്. DPയും AC വെച്ചു. പിന്നെ 2 വേറെ കൂടി ആയിട്ടുള്ള ബോക്സാണ്. AC 2 അതിലൂടെ പിന്നെ നേരെ താഴത്തൊരു കൂട്ടിലാണ്. അതേപോലെ ഞങ്ങൾ ഈ കട്ടിംഗ് ബ്ലേഡ് ഒമിപ്പിൻ്റെ 5 ഇങ്ങനത്തെ സൈസ് ബ്ലേഡാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയും. ഇത് നല്ല സ്മൂത്താണ്. വർക്കിങ്ങൊക്കെ അങ്ങനെ കട്ടിങ്ങൊക്കെ എല്ലാ സ്ഥലമായിട്ട് പോകുന്നുണ്ട്. നല്ല സ്പീഡാണ്. ഇതുകൊണ്ട് ഇട്ടതാണ് ബുള്ളറ്റിനോട്ടൊക്കെ നല്ല സ്പീഡുള്ള ബ്ലേഡാണ്. ഉപയോഗിച്ച് നോക്കി, ഉപയോഗിക്കാത്തല്ല ഉപയോഗിച്ച് അഭിപ്രായം പറയാം. ഫുള്ള് അഡാപ്റ്റർ ഇട്ട് ചെയ്യാണ് കേട്ടോ. അഡാപ്റ്റർ ഇട്ട് ആ കമ്പനി സീറ്റുമ്പോൾ എന്തായാലും നമ്മൾ 10 അഡാപ്റ്ററൊന്നും പോവില്ല. അപ്പോൾ നമ്മൾ വേറെ ACBൻ്റെ സീറ്റ് എടുത്തിട്ട് അതിമേലാണ് അഡാപ്റ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല കനമുള്ള സീറ്റ് തന്നെ കേട്ടോ. ഒന്നും ആവില്ല, തുരുമ്പ് വരില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഇപ്പോൾ നമ്മൾ മാറ്റിയത്. ഇതിൽ എന്തായാലും 10 ഇത് പോവില്ല. ഹോൾസ് അടിക്കാൻ പറ്റില്ല. ആദ്യം പഞ്ചുള്ളതുകൊണ്ട് ഞാൻ ഹോൾസ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തായാലും പുതിയതൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. എന്താ ഫുള്ള് റെഡിയാക്കിയിട്ടുണ്ട്. ഫിറ്റിംഗ് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഉറപ്പിക്കാൻ പോകട്ടോ. അപ്പോൾ നമ്മൾ നടക്കണേ DB ഇറക്കട്ടെ, ഉള്ളിലാക്കണേ ഇറക്കി ഇന്നലെ ഉറപ്പിച്ചാണ് ഒന്ന് ഇറക്കിക്കാട്ടെ. ഇതിപ്പോൾ നമ്മൾ നിലത്ത് കൂടെ ഇടുന്ന ഒരു പൈപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം സിമൻറ്റ് ഇട്ട് കൊടുക്കണം ഈ ചാലിൽ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഈ ഈർപ്പം, മണ്ണിൻ്റെ ഈർപ്പമൊന്നും നമ്മൾ പൈപ്പ് കൂടെ വരില്ല, നനവൊന്നും പൈപ്പിലുണ്ടാവില്ല. പിന്നെ ഈ സിമൻറ്റ് നിരത്തിൻ്റെ ശേഷം അതിൻ്റെ മേലാണ് നമ്മൾ പൈപ്പ് ഇടുക. അപ്പോൾ ആ പൈപ്പ് ഇട്ടതിൻ്റെ ശേഷം പിന്നെ അതിൻ്റെ മേലെ പിന്നെയും സിമൻറ്റ് ഇടും. നമ്മൾ കുഞ്ഞാക്കാണ് പൈപ്പ് ഇത് ഇട്ടുകൊണ്ട് നിൽക്കുന്നത് സിമൻറ്റ്. നിങ്ങൾക്ക് അങ്ങനെ അവസരമല്ല. അപ്പോൾ ഇത് ചങ്ങായിമാരെ, ഇത് ഇപ്പോൾ ഈ വരുന്നത് നമ്മൾ മോട്ടറിൻ്റെ ഔട്ടാട്ടാ. ഈ പെര ചുറ്റി കറങ്ങണ്ടായിട്ട് നേരെ ക്രോസ് അടിച്ചാണ്, നേരെ ഇപ്പുറത്താണ് നമ്മൾ കിണർ അടിക്കുന്നത്. അപ്പോൾ അതിൽ കൂടെ അങ്ങനെ കുട്ടികളുടെ കിച്ചൺ ഇതിൻ്റെ ബാക്കിലാണ്. ഇതാണിപ്പോൾ നമ്മൾ കിണർ എടുക്കുന്നത്. കണ്ടില്ലേ, കിണറാണത്. അപ്പോൾ ആ കിണറിന് നേരെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് വന്ന് ഇറങ്ങണത്. അപ്പോൾ അതിൽക്കൂടെയാണ് വാട്ടർ കോമ്പോക്സ് വെച്ചാണ് പൈപ്പ് ഇറക്കാൻ പോയത്. നേരെ കരയിൽ കൂടെ എങ്ങനെ പോയിട്ട് ഇതാ പോണേ നേരെ ആ പുറത്തേക്ക്. അത് കിച്ചൻ്റെ മോട്ടറിൻ്റെ ഔട്ട് അതിലാണ് വരുന്നത്. ഇതാണ് നമ്മൾ DP സ്വിച്ച് വരുന്നത്. ഇതിന് നേരെ പുറകിലേക്ക് വെട്ടി തുളച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ ഇതിൻ്റെ ബാക്കിലും കോബോക്സ് വെച്ചുകൊണ്ട് നമ്മൾ ഔട്ട് ഇറക്കിയിട്ടുണ്ട് കീപ്പിട്ട്. ഇൻ കേസ് എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ അതിൽ എടുക്കാം. അപ്പോൾ നമുക്ക് അത്രയും വയറ് കുറക്കാൻ പറ്റും. അതുകൊണ്ടാണ് അത്രയും കറങ്ങണ ഈ കൂടെ കിണർ എടുക്കാൻ അങ്ങനത്തെ ഒരു സ്ഥലത്താണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യും. നമ്മൾ പൈപ്പൊക്കെ ഇട്ടിട്ടോ, പൈപ്പ് ഇട്ട് ഇതേപോലെ പൈപ്പ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മേലെ നേരെ കവർ ചെയ്യുക. അതുപോലെ ഫുള്ള് കവർ ചെയ്ത്
നമ്മളിപ്പോൾ പൈപ്പൊക്കെ നിലത്ത് കൂടെ ഇട്ട് ഇങ്ങനെ സിമെൻറ്റൊക്കെ ഇട്ട് കേട്ടോ. വെറും നിലത്ത് കൂടെ അല്ല, ഒക്കെ പൈപ്പൊക്കെ ഇട്ട് ആദ്യം സിമെൻറ്റ് ഇട്ട് പിന്നെ പൈപ്പ് ഇട്ട് അതിൻ്റെ മേലെ സിമെൻറ്റ് വീണ്ടും ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അവിടുന്ന് എന്താ പിന്നെ ഇത് മോട്ടറിൻ്റെ ഔട്ടാട്ടോ നേരത്തെ പറഞ്ഞ അതാണ്. പിന്നെ നമ്മളെ ഡി ബി ഇന്നലെ ഉറപ്പിച്ചത് ഇന്ന് പൈപ്പൊക്കെ ഇറക്കി, ഫുള്ള് പൈപ്പൊക്കെ ഇറക്കി കഴിഞ്ഞ്. അന്നേരം അങ്ങനെ ചെയ്യുമ്പോൾ ഈ എയറിൻ്റെ ഒരു ഇതും വരില്ല, നല്ല ഫുള്ള് ഫില്ലായിക്കണ്. ഇങ്ങനെ ചെയ്യണ ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ തന്നെ ആവും ചെയ്യുക. ഇങ്ങനെ ചെയ്തപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ. അഞ്ച് പൈപ്പാണ് പോകുന്നത്. രണ്ട് റൂമുക്ക് രണ്ട് സർക്യൂട്ട് വീതം, രണ്ട് ലൈനാണ് സർക്യൂട്ടിന് പോകുന്നത്, രണ്ട് പൈപ്പ്. പിന്നെ മുകളിലേക്ക് റൂം എടുക്കുന്ന പറഞ്ഞാൽ അപ്പോൾ അതിക്ക് രണ്ട് പൈപ്പാണ് പൊന്തിച്ചിട്ടുണ്ട്. ഭാവിയിൽ അങ്ങോട്ട് എടുക്കാനുള്ളതാണ്, പെട്ടെന്ന് എടുക്കില്ല. എന്തായാലും ആ ഭാഗത്താണ് വരിക. അപ്പോൾ ഒരു രണ്ട് പൈപ്പ് അങ്ങോട്ട് വേണ്ടിയിട്ട് കണ്ടിട്ടുണ്ട്. ഒറ്റ റൂമുണ്ടാവുള്ളൂ. ബാത്റൂമിലേക്ക് ഒരു ഹീറ്റർ, അതുപോലെ തന്നെ ഔട്ടർ ഫാന്, ലൈറ്റ്. എ സിയൊക്കെ ഞങ്ങൾ പിന്നെ തന്നെ വേറെ ബോക്സാണ് വെക്കേണ്ടത് കേട്ടോ. ഡി പിക്ക് വേണ്ടിയിട്ട് രണ്ട് സർക്യൂട്ടല്ല, ഒരു ബോർഡിൽ തന്നെ രണ്ട് സർക്യൂട്ട് വേണ്ടെന്നുള്ള ഇത് വെച്ചാണ് അങ്ങനെ. മറ്റേ ഒരു ATMD വെച്ചുകൊണ്ട് അതിൽ ഡി പി വെച്ച് കഴിഞ്ഞാൽ രണ്ട് സർക്യൂട്ട് ഒരു ബോർഡിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അയക്കുന്ന സമയത്തൊക്കെ ഒരു ലൈവ് വന്നുകൊണ്ട് നിൽക്കും. ബ്രേക്കർ ഓഫാക്കിയാലും പിന്നെ എസിൻ്റെ കൂടി ഓഫാക്കേണ്ട ആവശ്യം വരും. അപ്പോൾ ഡയറക്റ്റ് അങ്ങനെ കൊടുക്കേണ്ട വിചാരിച്ചാണ് രണ്ട് ബോക്സ് തന്നെ വെച്ച്. വീട്ടിലാകുമ്പോൾ ഈ ചൂട് ഈ ബെഡ്റൂമിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇത് എസിൻ്റെ ഒരു പോയിൻ്റ് അങ്ങോട്ട് പുറത്ത് തുളച്ചിട്ട് കാണും ബോക്സിന്. പിന്നെ സീലിംഗ് ചെയ്യുമ്പോൾ പിന്നെ വയറെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വെൻ്റ് ഇട്ട് വെച്ചിരുന്നത്, ഒരു പൈപ്പ് ഇട്ടാ. ഇവിടെ എസിക്ക് വേറെ സെപ്പറേറ്റ് ഒരു ബോക്സ് ഇട്ട് 1MD 2MD നമ്മൾ DP സ്വിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. വാഷ് സ്പേസിന് വരുന്നത് ഇതാ ഇവിടെ ഈ ഭാഗത്ത് തന്നെ. വാഷ് സ്പേസിന് ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പൈപ്പ് ഒക്കെ വെട്ടി വെച്ചിട്ടുണ്ട്, പൈപ്പ് ഇടാനുണ്ട് ബാക്കി. നേരെ മേലെ നമ്മൾ മിറർ ലൈറ്റ്, പിന്നെ നേരെ നമ്മൾ താഴത്ത് സ്റ്റെയർ കേസിൻ്റെ ഉള്ളിൽ ഒരു സ്വിച്ച്, ഒരു ആംഗിൾ ലൈറ്റിന് പോയിൻ്റ് ഇട്ടുണ്ട്. ഇവിടെ പൊതുവേ ലൈറ്റും വെളിച്ചൊന്നും ഉണ്ടാവില്ല. അടിച്ചു പോയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യേണ്ടി വന്നാൽ ഇൻവെർട്ടറൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ലൈറ്റിന് ഒരു പോയിൻ്റ് കൂടെ ഇട്ടുണ്ട്. സ്റ്റെയർ കേസ് ഇത് നമ്മുടെ കിച്ചണാട്ടോ. കിച്ചണിൽ ഒരു ഫ്രിഡ്ജ്, അതുപോലെ തന്നെ പവർ പ്ലഗ്, മോട്ടറിൻ്റെ വേറെ തന്നെ സ്വിച്ച്, AC കിട്ട പോലെ തന്നെ വേറൊരു 1MD 2MD വെച്ചിട്ട് അതിൽ DP സ്വിച്ച് വെക്കാണ്. ഞങ്ങൾക്കത് ചോറിന് ഇരിക്കുകയാണ്, എല്ലാവരും ചോറിന് റെസ്റ്റിലാണ്. പുറത്തൊരു ചാർജിങ്ങിൻ്റെ പോയിൻ്റ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വണ്ടി ഇപ്പോൾ ഇനിയിപ്പോൾ EV ഒക്കെ വരുമ്പോൾ അതിന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറഞ്ഞ മോട്ടറിൻ്റെ ഔട്ട്പുട്ട് ഇതിലങ്ങനെ വരും. ഇതിൽ വന്നിട്ട് എന്താ ബോക്സ് വെച്ച് രണ്ട് പൈപ്പ് അവിടെ എൻ്റെ ടച്ച് ഉണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുക്കാം എന്ന ഉദ്ദേശത്തിൽ. ഈ പോണ പൈപ്പാണ് നമ്മൾ റൂമിൻ്റെ അകത്ത് കയറിയിട്ട് ആൾക്ക് കയറിയിട്ട് ഇതാട്ടോ, അവിടെ നിന്ന് കയറിയിട്ട് നേരെ ഇതിലെങ്ങാണ്ട് പോയിതാ, അതാ പോണ് എങ്ങാണ്ട് പോകും. അതാ നേരെ ചെന്ന് ചാടുന്നത് തന്നെ പിന്നെ കിണറിൻ്റെ ഭാഗത്ത് കാണാം. ഇത് എത്ര ദൂരമുള്ളൂ കൊണ്ടുപോയിട്ട്. നേരെ കുറച്ച് നമ്മൾ നിലത്ത് കൂടെ കൊണ്ടുപോകണമെങ്കിൽ മണ്ണ് കൂടി കൊണ്ടുപോകണമെങ്കിൽ നേരെ കുറേ പോകണ്ട്. ഇതിലെങ്ങനെ കറങ്ങി മുൻഭാഗത്ത് കൂടെ പോയി
റൗണ്ട് അടിക്കണം. ഇതിപ്പം ഒരു 3-4 മീറ്റർ കൊണ്ട് നമുക്ക് അവിടെ എത്തും വയറ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറേ ലാഭം കിട്ടും. വയറ് കുറേ ലാഭിക്കാം. പിന്നെ കോമ്പാക്റ്റ് ചെയ്ത് ചെയ്യണം. എപ്പോഴും നമ്മൾ തനിയെ മണ്ണിൽ കൂടെ ഡയറക്റ്റ് പൈപ്പ് ഇങ്ങനെ ഇടരുത്. മണ്ണ് ഒരുവിധ ആളുകളൊക്കെ അങ്ങനെ തന്നെ ആവും ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ടാവുന്നുണ്ട്. ഇതാണ് നമ്മുടെ കിണർ. ഈ ഭാഗത്തെ കിണർ തന്നെ. ഈ കിണറിൻ്റെ നമുക്ക് ഔട്ട്പുട്ട് മോട്ടറിൻ്റെ ഔട്ട് വരുന്നത് ഇതിലങ്ങനെ റൂമിൽ നിന്ന് ചാടിയിട്ട് ഇവിടെ ഒരു ബോക്സ് വെച്ച് നേരെ കിണറിൻ്റെ ഈ മൂലയെല്ലാം വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കുറഞ്ഞ ദൂരം ഉള്ളൂ ഇങ്ങോട്ട് പോരാൻ. ഉണ്ടല്ലേ, ഇത്രേ ഉള്ളൂ. കുറച്ച് ദൂരം കൊണ്ട് നമുക്ക് ആ വയറ് കുറഞ്ഞ ഈ ചെയ്ത പണീൻ്റെ കൂടുതലാകുമ്പോൾ നമുക്ക് വലിയൊരു പണിയൊന്നും വന്നിട്ടില്ല. അത് നേരെ മറിച്ച് നമുക്ക് പുറത്തും കൂടെ അങ്ങനെ ഭാഗത്തു കൂടെ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പണിയും വയറ് ഒരുപാട് എക്സ്പെൻസ് ആവും നമുക്ക്. ഇപ്പോൾ എന്താ വെച്ചാൽ ഇത് ഇത്ര കുറഞ്ഞ പണിയല്ലേ വന്നിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ ആയതുകൊണ്ട്. വയറൊക്കെ ഒരുപാട് ലാഭം തന്നെയാണ് ഇങ്ങനെ ചെയ്യണോണ്ട്. ഈ ഡി വി നമ്മൾ മറ്റേ കിച്ചണിക്കൊക്കെ ഇതിൽ ഈ വഴിക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇതിലങ്ങനെ പോയിട്ട് പിന്നെ രണ്ട് പൈപ്പ് നമ്മൾ കിച്ചണിക്ക് തന്നെ കാണുന്നുണ്ട്. മോട്ടർ, പവർ പ്ലഗ്, പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ സർക്യൂട്ടും ലൈറ്റിൻ്റെ. പിന്നെ ഈ അഡാപ്റ്റർ കെട്ട് പിന്നെ നമ്മുടെ ഷീറ്റിലാണ് വേറെ തുടച്ചിട്ടാണ്. അതിനകത്ത് നമുക്ക് കണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് പ്ലാസ്റ്റർ ചെയ്യും. തേച്ചുകൊണ്ട് ഇതിൻ്റെ വരെ തേച്ച് നമ്മൾ കൊടുക്കും. അപ്പോൾ പിന്നെ പിന്നെ നമ്മൾ മൂടിയിട്ട് പോയാലും പ്രശ്നമില്ല. തേപ്പേര് നന്നായിട്ട് അലമ്പാക്കില്ല. അപ്പോൾ അത് ഒക്കെ റെഡിയാക്കി തന്നെ പോകുള്ളൂ. അപ്പോൾ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. ഡി ബി ഒക്കെ മൂടി, പിന്നെ ഇതാ എല്ലാ ജംഗ്ഷനും ബോക്സൊക്കെ മൂടി കഴിഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പോകാനുള്ള പരിപാടിയാണ്. അടുത്ത സൈറ്റിലേക്കാണ്. രഞ്ജിത്ത, ഞങ്ങൾക്കാ സാധനമൊക്കെ എടുത്തേക്കല്ലേ പോവാ. സാധനങ്ങളൊക്കെ എടുത്തേച്ച് പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തട്ടാ. അങ്ങനെ അടിച്ചു പൊട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത സൈറ്റിലേക്ക് പോകട്ടോ. അപ്പോൾ ആ സൈറ്റിലെ വിശേഷങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.